എവരിവൺ, ലൂസീസ് ഹോം ഫോർ സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് നമുക്കറിയാം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടൈം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പാസ്റ്റ്, അല്ലേ? പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സമയം, ഇതിനെയാണ് നമ്മൾ ഈ ഒരു പാസ്റ്റ് ടെൻസിൽ കാണിക്കുന്നത്. ഇത് 4 രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ കണ്ടതുപോലെ തന്നെ 4 രീതിയിലാണ് കാണിക്കുന്നത്. അതായത് സിമ്പിൾ പാസ്റ്റ്, ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേത് കണ്ടതുപോലെ തന്നെ ഹാബിറ്റ്സ്, അല്ലേ? ഹാബിറ്റ്സ് കാണിക്കുന്നതിന്, കഴിഞ്ഞ ശീലങ്ങളെ കാണിക്കുന്നതിന്, ഇപ്പോഴുള്ള ശീലങ്ങളല്ല, കഴിഞ്ഞത്. അപ്പോൾ ഐ യൂസ് ടു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് ഉണരുമായിരുന്നു. അത് നേരത്തെ ഉള്ളൊരു കാര്യമാണ്, അല്ലേ? ഇപ്പോൾ 6 മണിക്കല്ല ഉണരുന്നത്. അപ്പോൾ ഐ യൂസ് ടു, ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ടും കഴിഞ്ഞ ശീലങ്ങളെ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് യൂസ് ടു. ഐ യൂസ് ടു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഇപ്പോൾ ശീലം മാറി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു കാലത്ത് നടന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ് എന്നാണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോഴേക്കും ഹീ വാസ് എ സ്റ്റുഡൻറ്റ്, ഹീ വാസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് വാസ് ആണ്. ഓക്കെ, സിംഗുലറിൻ്റെ കൂടെ വാസ്, ദെൻ പ്ലൂറലിൻ്റെ കൂടെ വേർ. ഓക്കെ, വാസ്, വേർ. Okay, here we are using 2 helping verbs, was and were. Okay, അപ്പോൾ നോക്കൂ, he was a student, he was a teacher, they were children. അവർ കുട്ടികളായിരുന്നു, പക്ഷേ ഇപ്പോൾ കുട്ടികളല്ല. അപ്പോൾ അതുപോലെ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കുന്നതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ, മെയിനായിട്ടുള്ള വേർബ്സ് വരുന്നത്, ഇപ്പോൾ ഐ ഈറ്റ് എന്നാണ് പ്രസൻറ്റ് ടെൻസിൽ പറയുന്നതെങ്കിൽ ഐ ഏറ്റ് എന്നാവും പാസ്റ്റ് ടെൻസിലാവുമ്പോഴേക്കും. ആ ഈറ്റ് എന്ന് പറയുന്ന ആ വെർബ് മാറി, പ്രസൻറ്റ് ഫോമിൽ നിന്ന് മാറി അത് രണ്ടാമത്തെ ഫോമായ ഏറ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് മാറും. ഇനി ദേ പ്ലേ എന്നാണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോഴേക്കും ദേ പ്ലേഡ്, ദേ പ്ലേ എന്ന് പറയുന്നത് ദേ പ്ലേഡ് എന്നായിട്ട് മാറും. അവർ കളിച്ചു, അവർ കളിക്കുന്നു എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അവർ കളിച്ചു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്, കഴിഞ്ഞു പോയ പ്രവൃത്തികളെ കാണിക്കുന്നതിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ പാസ്റ്റ് ഫോം ഓഫ് വെർബ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, പ്രത്യേകിച്ചും ഇ ഡി ചേർക്കും, ചില വെർബിൻ്റെ കൂടെ ഇ ഡി ചേർക്കും, ചിലതിൻ്റെ കൂടെ ഡി ചേർക്കും, ചിലതിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള പാസ്റ്റ് ഫോം ഓഫ് വെർബ്സ് കാണും. അതിന് ഉദാഹരണം പറയാനായിട്ട് ഗോ, വെൻറ്റ്. ഓക്കെ, ഗോ എന്ന് പറയുന്ന ആ ഒരു വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. അതുപോലെ നമ്മളിപ്പോൾ കണ്ട പോലെ ഈറ്റ് എന്ന് പറയുന്ന ആ ഒരു വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് എയ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്ന ടെൻസാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ് കണ്ടതുപോലെ തന്നെ സബ്ജക്റ്റ് ഉണ്ടാവും, സബ്ജക്റ്റിന് ശേഷം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ്? വാസ് ഓർ വെയർ. ഓക്കെ, വാസ് ഓർ വെയർ. അപ്പോൾ വാസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ മെയിൻ വെർബ്, മെയിൻ വെർബിൻ്റെ ING ഫോം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് വാസ്. ഐ വാസ് പ്ലേയിങ്, ഐ വാസ് പ്ലേയിങ്. ഷീ വാസ് റീഡിങ്. ഇനി അത് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ വരുമ്പോഴേക്കും ദേ വേർ റണ്ണിങ്, ദേ വേർ ഈറ്റിംഗ്. ഓക്കെ, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ,
അപ്പം മറന്നു പോകരുത്. ഇനി അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ കണ്ടതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിലുപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ഒരു മാറ്റമുണ്ട്. ഇതിൽ സിംഗുലറിൻ്റെയും പ്ലൂറലിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരേ ഒരു ഹെൽപ്പിംഗ് വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് ഹാഡ്. HAD, ഹാഡ്. ഓക്കെ. അപ്പോൾ ഐ ഹാഡ്, ഷീ ഹാഡ്, ദേ ഹാഡ്, വി ഹാഡ് എല്ലാത്തിൻ്റെയും കൂടെ ഹാഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇനി അതിന് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ കണ്ടതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബും ഇവിടെയുണ്ട്. അതായത് ഐ ഹാഡ് ഈറ്റൺ. ഐ ഹാഡ് ഈറ്റൺ, ഞാൻ തിന്നിട്ടുണ്ട്. ഓക്കെ, തിന്നിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഈറ്റൺ. അതായത് നമുക്ക് പറയാം ഇത് പാസ്റ്റിൽ ചെയ്തിട്ടുള്ളൊരു ആക്ഷനാണ്. പക്ഷേ പാസ്റ്റിൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് നിലനിന്നിട്ടുണ്ട്. പാസ്റ്റിൽ ചെയ്ത ആക്ഷൻ പാസ്റ്റിൽ തന്നെ അതിൻ്റെ ആക്ഷൻ നിലനിന്നിട്ടുണ്ട്. ആ രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ഹാഡ് ഈറ്റൺ, ഞാൻ തിന്നിട്ട് ഉണ്ടായിരുന്നു. തിന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ നാളുകൾക്ക് മുമ്പ്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ഒരു അത് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഒരിക്കലും ഈ വെർബിന് മുമ്പ് ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് മാറ്റിക്കളയരുത്. ഹാവും ഹാസും ഹാഡും കൂടി ഒരു കൺഫ്യൂഷൻ വരരുത്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കേണ്ട ഹാഡ് എന്ന് പറയുന്ന ഒരേ ഒരു ഹെൽപ്പിംഗ് വെർബാണ്. അതിൽ വേറെ ഒന്നും ഒരു കൺഫ്യൂഷൻ വരേണ്ട ഒരു കാര്യമില്ല. ഓക്കെ. ഇനി അടുത്ത് വരുന്ന ഒരു വകഭേദം എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതും അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെയും ഒരു മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്കറിയാം ഹെൽപ്പിംഗ് വെർബ് വരുന്നത് ഹെൽപ്പിംഗ് വെർബ് നമ്മൾ എടുക്കില്ല. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഹെൽപ്പിംഗ് വെർബ് എടുക്കില്ല. പക്ഷേ നമ്മളവിടെ ING ഫോം വരുന്ന ആ ഒരു മെയിൻ വെർബിനെ നമ്മൾ എടുക്കും, അല്ലേ? ഇപ്പോൾ ഈറ്റിംഗ്, പ്ലേയിങ്, സ്വിമ്മിങ് അങ്ങനെ വരുന്ന ആ ING ഫോം വരുന്ന ആ മെയിൻ വെർബിനെ നമ്മൾ എടുക്കും. പിന്നെ എടുക്കുന്നത് എന്താണ്? നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഹെൽപ്പിംഗ് വെർബ്. അതേതാണ്? ഹാഡ്, അല്ലേ? അപ്പോൾ ഐ ഹാഡ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഐ ഹാഡ് ബീൻ പ്ലേയിങ്. ഐ ഹാഡ് ബീൻ പ്ലേയിങ്, ഞാൻ കളിച്ച് വരികയായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ, പണ്ട്. ഐ ഹാഡ് ബീൻ പ്ലേയിങ്, ഞാൻ കളിച്ച് വരികയായിരുന്നു. ഇപ്പോഴില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഷീ ഹാഡ് ബീൻ സ്റ്റഡിയിങ്, അവൾ പഠിച്ച് വരികയായിരുന്നു. ഷീ ഹാഡ് ബീൻ സ്വിമ്മിങ്, അവൾ നീന്തി വരികയായിരുന്നു. പക്ഷേ ഇപ്പോഴില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രസൻറ്റും പാസ്റ്റും ഇതെല്ലാം ഒരേപോലെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നോക്കി ഒന്ന് മനസ്സിലാക്കി കുറച്ച് സെൻറ്റൻസസൊക്കെ എഴുതി പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ഈ ഗ്രാമർ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ, അതിൻ്റെ പല വകഭേദങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.